എല്ലാവർക്കും നമസ്കാരം. +1 അക്കൗണ്ടൻസിയുടെ ഫൈനൽ എക്സാമിന് നമ്മൾ ഫൈനൽ റിവിഷൻ്റെ ഭാഗമായി ഇന്ന് പഠിക്കാൻ പോകുന്നത് GST ആണ്. GST വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എല്ലാ വർഷവും അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. അത് തിയറി ഭാഗത്തുനിന്നും ചോദിക്കാറുണ്ട്, പ്രോബ്ലം ഭാഗത്തുനിന്നും ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മളെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുത്ത് തന്നെ പഠിക്കേണ്ടതാണ്. GST വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. അതിൽ പല രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരാറ്. ഒരു തവണ അഡ്വാൻറ്റേജസ് ചോദിച്ചിട്ടുണ്ട്, പിന്നെ പ്രോബ്ലംസ് ചോദിക്കും, അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ചോദിക്കും. അങ്ങനെ ഒരു റൊട്ടേറ്റ് ചെയ്ത രീതിയിലാണ് ഈ ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ വീഡിയോയിൽ എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ തിയറി ഭാഗങ്ങളും അതുപോലെ തന്നെ പ്രോബ്ലംസും, ഇതുവരെയും ചോദിച്ച എല്ലാ പ്രോബ്ലംസും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, അതായത് GST, 1 കൺട്രി 1 ടാക്സ്. കഴിഞ്ഞ വർഷം വന്നത് 4 മാർക്കിനായിരുന്നു ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നിരുന്നത്. അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തിരിക്കുന്നത്. GST നിലവിൽ വന്നത് ഒരു തവണ 1 വേർഡിന് ചോദിച്ചിരുന്നു, 1 ജൂലൈ 2017. അപ്പോൾ ഞാനിത് എഴുതിയിരിക്കുന്നത് 7 എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് 7-17 അങ്ങനെ ഓർക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ 1 ജൂലൈ 2017 GST പ്രാബല്യത്തിൽ, അതായത് നിലവിൽ വന്നത്. അത് GST എന്ന് പറയുന്നത് എന്താ, ടാക്സ് ചാർജ് ഓൺ ദി സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സ് ആൻഡ് സർവീസസ് സപ്ലൈ ചെയ്യുമ്പോൾ ഗവൺമെൻറ് ഈടാക്കുന്ന ടാക്സിനെ പറയുന്ന പേരാണ് GST. അപ്പം നമുക്ക് GSTയുടെ ടൈപ്സുകൾ ഒരു 4 ടൈപ്സാണ് പ്രധാനമായിട്ടും ഉള്ളത്. അതിലൊരു 3 ടൈപ്സ് നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. അത് ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാറ്. ആദ്യത്തെ GST എന്ന് പറയുന്നത് CGST ആണ്, സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. CGST എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. അപ്പോൾ സെൻട്രൽ എന്നാണല്ലോ അതിൻ്റെ സ്റ്റാർട്ടിങ്. അപ്പോൾ അതാരായിരിക്കും കളക്ട് ചെയ്യുന്നത്? സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും. ഫോർ സെയിൽസ് വിതിൻ ദി സെയിം സ്റ്റേറ്റ്, ഒരു സ്റ്റേറ്റിനുള്ളിൽ നടക്കുന്ന സെയിലുമേ സെൻട്രൽ ഗവൺമെൻറ് ഈടാക്കുന്ന ടാക്സിനെ പറയുന്ന പേരാണ് CGST. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ കേരളത്തിൻ്റെ അകത്ത് നടക്കുന്ന സെയിലുമേ സെൻട്രൽ ഗവൺമെൻറ് ഈടാക്കുന്ന ടാക്സ്. ഇനി SGST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അപ്പോൾ അതാരായിരിക്കും കളക്ട് ചെയ്യുന്നത്? സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിരിക്കും. ഫോർ സെയിൽസ് വിതിൻ ദി സെയിം സ്റ്റേറ്റ്, അത് തന്നെ ഒരു സ്റ്റേറ്റിൻ്റെ അകത്ത് നടക്കുന്ന സെയിലുമേ ഗവൺമെൻറ്, നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഈടാക്കുന്ന ടാക്സാണ് SGST. ഇത് സെൻട്രൽ ഗവൺമെൻറ് ആണ് ഈടാക്കുന്നത്, ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് ഈടാക്കുന്നത്. എങ്ങനെയാണെങ്കിൽ IGST, എല്ലാവരും I എന്ന് പറയുമ്പോൾ ഇൻ്റർനാഷണൽ എന്ന് പറയും, ഒരിക്കലും നിങ്ങൾ അങ്ങനെ എഴുതരുത്. IGST എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. അതാരായിരിക്കും കളക്ട് ചെയ്യുന്നത്? സെൻട്രൽ ഗവൺമെൻറ് തന്നെയാണ് കളക്ട് ചെയ്യുന്നത്. പക്ഷെ അത് എപ്പോഴാണ്? ഇൻ്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ നടക്കുമ്പോഴാണ് സെൻട്രൽ ഗവൺമെൻറ് അത് കളക്ട് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു കേരളവും ഒരു തമിഴ്നാടും അങ്ങനെ 2 സ്റ്റേറ്റുകൾ തമ്മിൽ സെയിൽ നടക്കുമ്പോൾ ഈടാക്കുന്ന ടാക്സാണ് IGST. ക്ലിയർ ആയോ? ഇനി നമുക്ക് അതൊന്ന് ഷോർട്ടായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ UGST നിങ്ങൾ വെറുതെ ഒന്ന് വായിച്ചു പോയി. യൂണിയൻ ടെറിട്ടറി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. അത് യൂണിയൻ ടെറിട്ടറി ഗവൺമെൻറ് ആണ് ഈടാക്കുന്നത് വിതിൻ യൂണിയൻ ടെറിട്ടറി. ഇത് അധികം നമുക്ക് ചോദിക്കാറില്ല, ഞാൻ ഇവിടെ എഴുതിയെന്നേ ഉള്ളൂ. ഈ ഫസ്റ്റത്തെ 3 നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കാം. ഇനി ആ 3 ഞാനൊന്ന് ഒരു ഷോർട്ടായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒരു സ്റ്റേറ്റിൻ്റെ അകത്ത് നിൽക്കുന്ന അവിടെ നമ്മൾ അടയ്ക്കേണ്ട ടാക്സ് എന്ന് പറയുന്നത് CGSTയും SGSTയും കൂടിയാണ് നമ്മൾ അടയ്ക്കേണ്ടത്. അതല്ല 2 സ്റ്റേറ്റുകൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻ, ഇപ്പോൾ കേരളം തമിഴ്നാടിന് ഗുഡ്സ് സെയിൽ ചെയ്യണമെങ്കിലോ തമിഴ്നാട് കേരളത്തിന് ഗുഡ്സ് സെയിൽ ചെയ്യുമെങ്കിലോ അങ്ങനെ 2 സ്റ്റേറ്റുകൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ടാക്സാണ് IGST, ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ക്ലിയർ ആയോ? അപ്പോൾ GSTക്ക് നമുക്ക് അതിൻ്റെ അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പോൾ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു 1 നേഷൻ 1 ടാക്സ് എന്നുള്ളതാണ് GST. അപ്പോൾ GST എന്ന് പറയുന്നത് പല ഇൻഡയറക്റ്റ് ടാക്സസുകളെയും ഒരു സിംഗിൾ ടാക്സ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നത് GST ആണ്. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. പിന്നെ ഇറ്റ് റിമൂവ്സ് ഡബിൾ ടാക്സേഷൻ, ദാറ്റ് ഈസ് എലിമിനേറ്റിംഗ് കാസ്കാഡിംഗ് എഫക്റ്റ്. കാസ്കാഡിംഗ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനത്തുമ്പോൾ നമ്മൾ 2 ടാക്സ് അടയ്ക്കേണ്ടി വരുന്നത് അവരൊരൊറ്റ ടാക്സ് GST എന്നുള്ളൊരു രീതിയിൽ ഡബിൾ ടാക്സേഷൻ അവിടെ ഒഴിവാക്കി എന്നാണ് പറയുന്നത്. ബിസിനസ് ക്യാൻ ക്ലെയിം ക്രെഡിറ്റ് ഫോർ ടാക്സ് പെയ്ഡ് ഓൺ പർച്ചേസ്. ബിസിനസ്സിന് ഇതിന് ഈ ടാക്സ് പേ ചെയ്തത് വെച്ചിട്ട് ബിസിനസ്സിന് എന്തിനാ ക്രെഡിറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഓൺലൈൻ ഫയലിംഗ് മേക്സ് ടാക്സ് സിസ്റ്റം ക്ലിയർ ആൻഡ് ഈസി. ഓൺലൈനിലായിരിക്കും നമ്മൾ GST ഫയൽ ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം നമുക്ക് ക്ലിയർ ആയിട്ടും ഈസി ആയിട്ടും പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു 4 അഡ്വാൻറ്റേജസ് പഠിച്ചു വയ്ക്കാം. അപ്പോൾ അഡ്വാൻറ്റേജസിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു ലിമിറ്റേഷൻസും ഉണ്ട് ഇതിന്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ഫയലിംഗ് റിട്ടേൺസ് റെഗുലർലി ക്യാൻ ബി ഡിഫിക്കൽട്ട്. സ്മോൾ ബിസിനസ്സുകൾക്കൊക്കെ ഇത് ഭയങ്കര ഡിഫിക്കൽറ്റ് ആയിട്ടായിരിക്കും. എപ്പോഴും ഇത് ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് ഫയൽ ചെയ്ത് പോകാമെന്ന് പറയുമ്പോൾ സ്മോൾ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഡിഫിക്കൽറ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം അവിടെ പ്രൊഫഷണൽസ് അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ അവിടെ വേണ്ടി വരും. ഓൺലൈൻ സിസ്റ്റം ഫേസ് സെർവർ പ്രോബ്ലംസ്. സെർവറിന് എന്തെങ്കിലും പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫയൽ ചെയ്യുക, അതായത് നമ്മുടെ ടാക്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സം ഗുഡ്സ് ബിക്കം കോസ്റ്റ്ലിയർ ആഫ്റ്റർ GST വന്നതിന് ശേഷം ചില സാധനങ്ങളുടെ വില കൂടുകയും ചെയ്തു. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ അഡ്വാൻറ്റേജസും പഠിക്കണം, ഡിസഡ്വാൻറ്റേജസും പഠിക്കണം. ഏത് വേണമെങ്കിലും ചോദിക്കാം. ഇനിയിപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചാലും നിങ്ങൾക്ക് ഇത് എഴുതാവുന്നതേ ഉള്ളൂ കേട്ടോ. GSTനെ സംബന്ധിച്ചിടത്തോളം തിയറികൾ ഇത്രയും പഠിക്കാനുള്ളൂ. ഇത് നിർബന്ധമായിട്ടും എല്ലാവരും പഠിച്ചിരിക്കണം. ഇനി നമുക്ക്
നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോകാം. ഇനി പ്രോബ്ലം ചെയ്യാൻ നിങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ എ ബേസ് ചെയ്തിട്ടാണ് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറ്. നിർബന്ധമായി അത് പഠിച്ചിരിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ട്രാൻസാക്ഷൻ വിത്തിൻ എ സ്റ്റേറ്റ്, ഒരു സ്റ്റേറ്റിൻ്റെ അകത്തുള്ള ട്രാൻസാക്ഷൻസ് ആണെങ്കിൽ അത് പർച്ചേസ് ആവാം, സെയിൽ ആവാം. അതിൽ നമ്മൾ ഏതൊക്കെ ടാക്സുകളാണ് ഗവൺമെൻറ്റിന് അടയ്ക്കേണ്ടത്? CGST സെൻട്രൽ ഗവൺമെൻറ്റിനും നമ്മൾ അടയ്ക്കണം, SGST സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും GST അടയ്ക്കണം. അപ്പോൾ നമ്മൾ പർച്ചേസ് നടക്കുകയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിനകത്ത് നമ്മൾ പർച്ചേസാണ് ചെയ്യുന്നതെങ്കിൽ നമ്മളവിടെ എൻ്റർ ചെയ്യേണ്ടത് ഡെബിറ്റ് ഇൻപുട്ട് CGST ആൻഡ് ഇൻപുട്ട് SGST. ഡെബിറ്റ് ആണ് ഇൻപുട്ട് CGSTനെയും ഇൻപുട്ട് SGSTനെയും ചെയ്യേണ്ടത്. അതേസമയം സെയിൽ ഓഫ് ഗുഡ്സ് കേരളത്തിനകത്ത് സെയിലാണ് നടക്കുന്നതെങ്കിൽ, ഒരു സ്റ്റേറ്റിനകത്ത് സെയിലാണ് നടക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ ചെയ്യേണ്ടത് ക്രെഡിറ്റ് ഔട്ട്പുട്ട് CGST ആൻഡ് ഔട്ട്പുട്ട് SGST. അവിടെ ക്രെഡിറ്റ് ചെയ്യണം ഔട്ട്പുട്ട് CGSTനെയും ഔട്ട്പുട്ട് SGSTനെയും. അപ്പോൾ അവിടെ പർച്ചേസും സെയിലും നടന്നെന്ന് വിചാരിക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇൻപുട്ടിൻ്റെയും ഔട്ട്പുട്ടിൻ്റെയും ഡിഫറൻസസ് നമ്മൾ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ക്ലിയർ ആയോ? പർച്ചേസും സെയിലും നടന്നിട്ടുള്ളൊരു ഫേം ആണെങ്കിൽ, ഒരു ബിസിനസ് ആണെങ്കിൽ, ആ ബിസിനസ്സിൻ്റെ അവ തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇനി ബിറ്റ്വീൻ 2 സ്റ്റേറ്റ്സ് ആണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കേരളവും തമിഴ്നാട്, അല്ലെങ്കിൽ കേരളം കർണാടക, അങ്ങനെ 2 സ്റ്റേറ്റുകൾ തമ്മിലുള്ളതാണെങ്കിൽ നമ്മൾ അവിടെ നൽകേണ്ടത് IGST ആണ്. അപ്പോൾ പർച്ചേസ് എടുക്കുമ്പോൾ ഡെബിറ്റ് ഇൻപുട്ട് IGST, സെയിൽ എടുക്കുമ്പോൾ ക്രെഡിറ്റ് ഔട്ട്പുട്ട് IGST. ഇത്രയും പഠിച്ചാൽ മതി. കാരണം ഇത് ബേസ് ചെയ്തിട്ട് ഇതുവരെയും ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് മുൻ വർഷങ്ങളിൽ ചോദിച്ച ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഗിവ് ജേണൽ എൻട്രീസ് അസ്യൂമിങ് CGST 5%, SGST 5%, ഓൾസോ ഷോ GST സെറ്റ് ഓഫ് എൻട്രി. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് CGST 5%, SGST 5% കണക്കാക്കി താഴെ കാണുന്ന ട്രാൻസാക്ഷൻസിൻ്റെ ജേണൽ എൻട്രി എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നൽകിയിരിക്കുന്നത് പർച്ചേസ് ഫർണിച്ചറാണ്. ഇതിപ്പോൾ CGSTയും SGSTയും തന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അതൊരു സ്റ്റേറ്റിൻ്റെ അകത്ത് നടക്കുന്ന ട്രാൻസാക്ഷനാണ്. ഇപ്പോൾ ഇവിടെ ജേണൽ എൻട്രി എഴുതാൻ പറഞ്ഞേക്കുന്നത്, ഇപ്പോൾ ഞാൻ ഇവിടെ ഫോർമാറ്റ് വരയ്ക്കണില്ല, പക്ഷേ നിങ്ങൾ എക്സാമിന് ഫോർമാറ്റ് വരയ്ക്കണം. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഫോർമാറ്റ് വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ബാക്കി പ്ലസ് ഇട്ടിട്ട് വരുന്ന എല്ലാ മാർക്കുകൾക്കും നിങ്ങൾ ജേണൽ എൻട്രിയുടെ ഫോർമാറ്റ് വരച്ച് നരേഷനും കൊടുക്കേണ്ടതാണ്. അപ്പോൾ എയുടെ ആൻസർ എന്ന് പറയുന്നത് പർച്ചേസ് ഫർണിച്ചർ പർച്ചേസ് ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മുടെ ജേണൽ എൻട്രി എന്താണ് അവിടെ വരുന്നത്? ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് എന്നാണ് നമ്മുടെ ജേണൽ എൻട്രി വരുന്നത്. ക്യാഷ് എന്നാണ് നമ്മുടെ ജേണൽ എൻട്രി വരുന്നത്. പക്ഷേ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് CGST 5%, SGST 5% നൽകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ പഠിച്ചു, പ്രോബ്ലത്തിന് വേണ്ടി എന്ത് പഠിച്ചു? പർച്ചേസാണ് നടക്കുന്നതെങ്കിൽ ഡെബിറ്റ് ഇൻപുട്ട് CGST ആൻഡ് ഡെബിറ്റ് ഇൻപുട്ട് SGST. അതായത് പർച്ചേസാണ് വരുന്നതെങ്കിൽ ഇൻപുട്ട് CGSTനെയും ഇൻപുട്ട് SGSTനെയും നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ ഇവിടെ പർച്ചേസാണല്ലോ നടക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ അതിന് ഇൻപുട്ട് CGST ഡെപ്റ്റ്, ഇൻപുട്ട് SGST ഡെപ്റ്റ് ടു ക്യാഷ്. മനസ്സിലായോ? ഇൻപുട്ട് ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് എന്നാണ് ജേണൽ എൻട്രി വരുന്നത്. പർച്ചേസ് നടക്കുന്നതുകൊണ്ട് നമ്മൾ ഇൻപുട്ട് CGSTയും ഇൻപുട്ട് SGSTയും നൽകണം. ഇനി നിങ്ങളിവിടെ എമൗണ്ട് കൊടുക്കുന്നതിൽ ശ്രദ്ധിക്കണം. നമ്മുടെ ഫർണിച്ചറിൻ്റെ എമൗണ്ട് ഇവിടെ എത്രയാണ് വന്നിരിക്കുന്നത്? 30,000 ആണ്. ഇൻപുട്ട് CGSTയും SGSTയും 5% അല്ലേ പറഞ്ഞേക്കണേ. അപ്പോൾ നമ്മൾ 30,000ൻ്റെ 5% കാണാം. അപ്പോൾ നമുക്ക് 1,500 കിട്ടി. 1,500 ഈ മൂന്നും കൂടി ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ടാണ് നമ്മൾ ഔട്ടർ കോളം കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ എമൗണ്ട് 33,000. അപ്പോൾ ഇത് മൂന്നും കൂടി കൂട്ടിയ എമൗണ്ടാണ് നമ്മൾ ക്രെഡിറ്റ് സൈഡ് കൊടുക്കേണ്ടത്. ക്ലിയർ ആയോ? അത് കഴിഞ്ഞ് നിങ്ങൾ നരേഷനും എഴുതണം, പർച്ചേസ് ഫർണിച്ചർ എന്ന് എഴുതണം കേട്ടോ. ഇനി B രണ്ടാമത്തേൻ്റെ നോക്കാം. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് 40,000. 40,000ന് സെയിൽ ചെയ്തു എന്നാണ് പറയുന്നത്. സെയിൽ ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ക്വസ്റ്റ്യനിൽ പഠിച്ചിരുന്നു, ഔട്ട്പുട്ട് CGSTയും ഔട്ട്പുട്ട് SGSTയും ആണ് അവിടെ നൽകേണ്ടത്. അപ്പോൾ നമ്മുടെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു സെയിൽസ്, പിന്നെ നമ്മൾ ടു ഔട്ട്പുട്ട് CGST ടു ഔട്ട്പുട്ട് SGST. കാരണം സെയിൽ എടുക്കുമ്പോൾ ഔട്ട്പുട്ട് CGSTയും ഔട്ട്പുട്ട് SGSTയും നൽകേണ്ടത്. ഇനി അതിന് ശേഷം നമ്മൾ സെയിലിൻ്റെ അവിടെ ഈ എമൗണ്ട് കൊടുക്കുക. സെയിലിൻ്റെ അവിടെ ഈ എമൗണ്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ 40,000. ഈ 40,000ൻ്റെ 5% എന്ന് പറയുമ്പോൾ 2,000. പിന്നെയും 5% കാണണം, 2,000. അതിന് ശേഷം ഇത് രണ്ടും കൂടി ആഡ് ചെയ്തതാണ് നമ്മൾ എവിടെ കൊടുക്കേണ്ടത്? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്ററിൻ്റെ അവിടെ നൽകേണ്ടത്. ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ ഇൻപുട്ട് CGST 2 ട്രാൻസാക്ഷൻ്റെയും നമ്മളിവിടെ ജേണൽ എൻട്രി എഴുതി. ഇനി നമുക്ക് സെറ്റ് ഓഫ് എൻട്രി, അതായത് നമ്മൾ പറഞ്ഞു ഇവർ തമ്മിൽ എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ ഈ ക്രെഡിറ്റ് ചെയ്ത ഔട്ട്പുട്ട് CGSTനെയും ഔട്ട്പുട്ട് SGSTനെയും ഡെബിറ്റ് ചെയ്യണം. അതാണ് മൂന്നാമത്തെ ജേണൽ എൻട്രി. ഔട്ട്പുട്ട് CGST ഡെപ്റ്റ്, ഔട്ട്പുട്ട് SGST ഡെപ്റ്റ് ടു, ഈ ഡെബിറ്റ് ചെയ്തതിനെ ക്രെഡിറ്റ് ചെയ്യണം. ഇൻപുട്ട് CGST
ടു ഇൻപുട്ട് SGST ടു ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ. സ്ഥലമില്ലാത്തന്നെ പൊളിക്കണതാണ് കേട്ടോ. ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ, അതായത് ഔട്ട്പുട്ട് CGST ഔട്ട്പുട്ട് SGST എഴുതുമ്പോൾ 2000 മുകളിൽ 1500. ഇപ്പോൾ നോക്കി ഇവിടെ 4000 ഉണ്ട്, ഇവിടെ 3000 അല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ബാലൻസ് ആണ് നമ്മൾ ഇവിടെ 1000 നൽകുന്നത്. ഇവിടെ 2000 ആഡ് ചെയ്യുമ്പോൾ 4000 ഉണ്ട്, പക്ഷേ ക്രെഡിറ്റിൽ 3000 മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അവിടെ ഒരു 1000 കൂടി നമ്മൾ ആഡ് ചെയ്യണം. അതിനാണ് നമ്മൾ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത്. ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ജേണൽ എൻട്രി പാസ് ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് വേറൊരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ ഇവിടെ നൽകിയിട്ടുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. റെക്കോർഡ് നെസസറി ജേണൽ എൻട്രീസ് അസ്യൂമിങ് CGST 5%, SGST 5%, and all transactions occurred within Delhi. ഡൽഹിയിൽ നടക്കുന്ന ഒരു ട്രാൻസാക്ഷൻസ് ആണ് 3 തന്നിരിക്കുന്നത്. നമ്മളോട് CGST 5%ഉം SGST 5%ഉം നൽകാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ട്രാൻസാക്ഷൻ നോക്കി, രാഹുൽ ബോട്ട്. അപ്പോൾ നിങ്ങളോട് ക്വസ്റ്റ്യനിൽ ജേണൽ എൻട്രി എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ കറക്റ്റ് ഫോർമാറ്റ് വരച്ച് തന്നെ എഴുതണം കേട്ടോ. അപ്പോൾ രാഹുൽ ബോട്ട് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്, 1 lakhന്റെ ഗുഡ്സ് ക്രെഡിറ്റിനാണ് രാഹുൽ പർച്ചേസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് എന്താണ്? പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു രാഹുലാണ്. അതായത് പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്രെഡിറ്റർ എന്നുള്ളൊരു ജേണൽ എൻട്രിയാണ് ഇവിടെ വരുന്നത്. പർച്ചേസ് ആണ് വരുന്നതെങ്കിൽ അവിടെ ഇൻപുട്ട് അല്ല വരുന്നത്, CGSTയും SGSTയും ഇൻപുട്ട് അല്ല വരുന്നത്. അപ്പോൾ നമുക്ക് ജേണൽ എൻട്രി എഴുതാം. പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ഇൻപുട്ട് CGST ഡെപ്റ്റർ ഇൻപുട്ട് SGST ഡെപ്റ്റർ ടു ക്രെഡിറ്റർ. ഇത് ക്രെഡിറ്റർ എന്ന് എഴുതാം, കാരണം പർച്ചേസ് ക്രെഡിറ്റിലാണെങ്കിൽ അവിടെ വരുന്നത് ക്രെഡിറ്ററാണ്. അപ്പോൾ നമുക്കിവിടെ ക്രെഡിറ്ററിന് എഴുതി അല്ലെങ്കിൽ രാഹുലിന് എഴുതാം. എന്നിട്ട് എമൗണ്ട് എഴുതുമ്പോൾ പർച്ചേസ് ചെയ്ത എമൗണ്ട് എത്രയാണ്? 1 lakh നമ്മൾ ഇവിടെ നൽകണം. ടു ക്രെഡിറ്ററിൻ്റെ അവിടെ നൽകരുത്. പർച്ചേസ് ചെയ്ത എമൗണ്ട് 1 lakh. ആ 1 lakhന്റെ 5% കാണാം. 1000, ഇവിടെയും 5000. ഇത് 3 കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ ക്രെഡിറ്റിൽ നൽകണം. 1,10,000. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് നോക്കിയേ, രണ്ടാമത്തെ നോക്കിയേ. ഹീ സോൾഡ് ദം ഫോർ 1,35,000 ഇൻ ദി സെയിം സ്റ്റേറ്റ് ഓൺ ക്രെഡിറ്റ്. അയാൾ അത് വിറ്റേക്കാണ്. ക്രെഡിറ്റിന് തന്നെ സാധനം 1,35,000 രൂപയ്ക്ക് അത് ക്രെഡിറ്റിന് വിറ്റു എന്നാണ് പറയുന്നത്. ഇവിടെ സെയിലാണ് വന്നതെങ്കിൽ നമുക്കറിയാം ഔട്ട്പുട്ടാണ് ഇവിടെ വരുന്നത്. ഔട്ട്പുട്ട് CGSTയും ഔട്ട്പുട്ട് SGSTയും ആണ്. അപ്പോൾ ജേണൽ എൻട്രി എന്ന് പറയുന്നത് സെയില് ക്രെഡിറ്റിനാണെങ്കിൽ അവിടെ വരുന്നത് ഡെപ്റ്റേഴ്സ് ആണ്. അപ്പോൾ ഡെപ്റ്റർ അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് ടു ഔട്ട്പുട്ട് CGST ടു ഔട്ട്പുട്ട് SGST. അതിനുശേഷം നമ്മൾ സെയിൽ നടന്നത് എത്ര രൂപയ്ക്കാണ്? 1,35,000 ആണ്. 1,35,000ൻ്റെ 5% എന്ന് പറയുമ്പോൾ 6,750. 6,750. ഇനി ഈ 3 എമൗണ്ടും കൂടി ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഡെപ്റ്ററിലേക്ക് കൊടുക്കാൻ. 1,48,500. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് നോക്കിയാൽ വേറൊരു ട്രാൻസാക്ഷൻ കൂടി തന്നിട്ടുണ്ട്. പെയ്ഡ് ഫോർ ട്രാൻസ്പോർട്ട് ചാർജസ്. അവിടെ ഒരു എക്സ്പെൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെയും ഇൻപുട്ട് CGSTയും ഇൻപുട്ട് SGSTയും ആണ് നൽകേണ്ടത്. അപ്പോൾ നമ്മുടെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് ചാർജ് അക്കൗണ്ട് ഡെപ്റ്റർ ഇൻപുട്ട് CGST ഡെപ്റ്റർ ഇൻപുട്ട് SGST ഡെപ്റ്റർ ടു ക്യാഷ്. അതിനുശേഷം നമ്മൾ ട്രാൻസ്പോർട്ട് ചാർജിൻ്റെ അവിടെയാണ് നമ്മൾ ഈ എമൗണ്ട് നൽകേണ്ടത്. 8,000. പിന്നെ 8,000ൻ്റെ 5% എന്ന് പറയുമ്പോൾ 400. അതിനുശേഷം അത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ ക്രെഡിറ്റ് സൈഡ് കൊടുക്കുക. 1,800. ഇനി ഈ 3 ട്രാൻസാക്ഷൻ എഴുതി കഴിയുമ്പോൾ നമുക്ക് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലേക്ക് എഴുതേണ്ട ജേണൽ എൻട്രി വരണ്ടേ? അത് എഴുതാൻ ഇവിടെ സ്ഥലമില്ലാത്തതാണ് ഞാൻ ഇവിടെയാണ് എഴുതുന്നത്. അത് നിങ്ങൾ D എന്നിട്ടിട്ട് അടുത്ത ജേണൽ എൻട്രി എങ്ങനെ വരുന്നത്? ഔട്ട്പുട്ട് CGSTനെയും ഔട്ട്പുട്ട് SGSTനെയും ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഔട്ട്പുട്ട് CGST ഡെപ്റ്റർ ഔട്ട്പുട്ട് SGST ഡെപ്റ്റർ ടു ആദ്യത്തെ ഇൻപുട്ട് CGST ടു ഇൻപുട്ട് SGST. ഇനി അത് 2 പ്രാവശ്യം ഉണ്ടെന്നും പറഞ്ഞ് 2 പ്രാവശ്യം 4 പ്രാവശ്യം ഇവിടെ എഴുതി വെക്കരുത് കേട്ടോ. ആകെപ്പാടെ ഒരൊറ്റ പ്രാവശ്യം എഴുതിയാൽ മതി. ഔട്ട്പുട്ട് CGSTയും ഔട്ട്പുട്ട് SGSTയും ഈ ഇൻപുട്ട് CGSTയും ഈ ഇൻപുട്ട് CGSTയും. ഇനി ഔട്ട്പുട്ട് CGSTയുടെ എമൗണ്ട് എന്ന് പറയുന്നത് 6,750. 6,750. ഈ ഇൻപുട്ട് CGSTയിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ ഇൻപുട്ട് CGST 5,000 ഉണ്ട്, ഇവിടെ ഇൻപുട്ട് CGST 400 ഉണ്ട്. അപ്പോൾ അത് 5,400 ഇവിടെയും വരും. അടുത്തതിലും നോക്കിയാൽ ഇൻപുട്ട് SGST 5,000, ഇൻപുട്ട് SGST 400.
400. അപ്പോൾ അവിടെയും 5400 വരും. ഇവിടെ നമ്മൾ ആഡ് ചെയ്തിട്ടാണ് രണ്ടും കൂടി എമൗണ്ട് കൊടുക്കേണ്ടത്. അതിനുശേഷം ഇവിടെ നോക്കി, ഇവിടെ ബാലൻസ്, ഇവിടെ ടോട്ടൽ എത്രയായിരിക്കും വരുന്നത്? 13,500 ആണ് ഇവിടെ വരുന്നത്. ഇവിടെ ടോട്ടൽ ചെയ്യുമ്പോൾ 10,800 വരുന്നത്. രണ്ടും കൂടി തമ്മിൽ ഡിഫറൻസ് ഇല്ലേ? ആ ഡിഫറൻസ് ആണ് നമ്മൾ എവിടേക്ക് കൊടുക്കേണ്ടത്? ടു ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ. എത്ര രൂപയാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്? 2,700. ക്ലിയർ ആയോ? അപ്പം ഇങ്ങനെ 4 എൻട്രീസ് ആണ് ഇതിൽ പാസ് ചെയ്യേണ്ടത്. ഇനി ഒരു ക്വസ്റ്റിനും കൂടി നമുക്ക് ചെയ്യാം. ഈ ക്വസ്റ്റിന് നോക്കിയാൽ റെക്കോർഡ് നെസസറി ജേണൽ എൻട്രീസ് അസ്യൂമിങ് CGST 5%, SGST 5% ആൻഡ് ഓൾ ട്രാൻസാക്ഷൻസ് ആർ ഒക്കേഡ് വിതിൻ ഡൽഹി. ഇതും ഡൽഹിയിൽ തന്നെ നടക്കുന്ന ട്രാൻസാക്ഷൻസ് ആണ്. SGSTയും CGSTയും 5% ആണ്. അപ്പോൾ ആദ്യത്തെ നോക്കിയേ, ശോഭിത് ബോട്ട് ഗുഡ്സ് 1 lakh ഓൺ ക്രെഡിറ്റ്. നമ്മൾ നേരത്തെ ചെയ്ത അതേ മോഡൽ തന്നെയല്ലേ ഈ ക്വസ്റ്റ്യൻ വന്നേക്കണം. നോക്കി, രാഹുൽ ബോട്ട് ഗുഡ്സ് 1 lakh ഓൺ ക്രെഡിറ്റ്. അവിടെ നമ്മൾ എന്താണ് ചെയ്തത്? പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്രെഡിറ്റർ എന്ന് എഴുതി. പർച്ചേസ് വന്നതുകൊണ്ട് നമ്മൾ ഇൻപുട്ട് CGSTയും ഇൻപുട്ട് SGSTയും നൽകി. അത് തന്നെയല്ല ഇവിടെയും വരുന്നത്. അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് തന്നെയാണ് മോഡലുകൾ നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഇപ്പോൾ ശോഭിത് ബോട്ട് ഗുഡ്സ് 1 lakh ഓൺ ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ജേണൽ എൻട്രി എന്താ? സെയിം ഈ മോഡൽ തന്നെയാണ് നമ്മൾ എഴുതേണ്ടത്. പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ, ഇൻപുട്ട് CGST ഡെപ്റ്റർ, ഇൻപുട്ട് SGST ഡെപ്റ്റർ ടു ക്രെഡിറ്റർ. പർച്ചേസ് ക്രെഡിറ്റിനാണെങ്കിൽ ക്രെഡിറ്റർ വരും. എന്നിട്ട് എമൗണ്ട് നൽകുമ്പോൾ എങ്ങനെ എമൗണ്ട് നൽകണം? പർച്ചേസിൻ്റെ അവിടെ നമ്മൾ 1 lakh നൽകണം. 1 lakhൻ്റെ 5% 5,000, 1 lakh 10,000. പർച്ചേസ് 1 lakh കൊടുക്കുക. ഇൻപുട്ട് CGSTയും ഇൻപുട്ട് SGSTയും 5,000 വെച്ച്, അപ്പോൾ ക്രെഡിറ്ററിലേക്ക് 1 lakh 10,000 കിട്ടി. ഇനി രണ്ടാമത്തെ നോക്കി, രണ്ടാമത്തെ നമ്മൾ നേരത്തെ ചെയ്ത അതേ മോഡലാണ്. ഹി സോൾഡ് 1 lakh 35,000. ഇവിടെ 1 lakh 50,000 എന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം സെയിം മോഡൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ സെയിലാണ് ക്രെഡിറ്റിലെങ്കിൽ അവിടെ വരുന്നത് ഡെപ്റ്റർ ആണ്. അപ്പോൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് ടു ഔട്ട്പുട്ട് CGST ടു ഔട്ട്പുട്ട് SGST. ഇവിടെ സെയിലിൻ്റെ എവിടെയാണ് നമ്മൾ എമൗണ്ട് കൊടുക്കേണ്ടത്? 1 lakh 50,000. ഇവിടെ 7,500. ഇത് മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ 1 lakh 65,000 കിട്ടും. ഇനി നെക്സ്റ്റ് നോക്കിയാൽ, ഹി പെയ്ഡ് ഫോർ റെയിൽവേ ട്രാൻസ്പോർട്ട്. നമ്മൾ നേരത്തെ ചെയ്തതിൽ പെയ്ഡ് ഫോർ ട്രാൻസ്പോർട്ട് ചാർജസ് എന്നല്ലേ? അത് തന്നെയാണ് ഇവിടെയും വന്നത്. ട്രാൻസ്പോർട്ട് ചാർജ് തന്നെയല്ലേ റെയിൽവേ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. നമ്മൾ അതിൻ്റെ ജേണലിൻ്റെ എങ്ങനെ എഴുതും? ഇതേ ടൈപ്പ് തന്നെ. ട്രാൻസ്പോർട്ട് ചാർജ് ഡെപ്റ്റർ, ട്രാൻസ്പോർട്ട് ചാർജ് അക്കൗണ്ട് ഡെപ്റ്റർ, ഇൻപുട്ട് CGST ഡെപ്റ്റർ, ഇൻപുട്ട് SGST ഡെപ്റ്റർ ടു ക്യാഷ്. ഇനി ട്രാൻസ്പോർട്ട് ചാർജ് എത്രയാണ് വന്നേക്കുന്നത്? 9,000. 9,000ൻ്റെ 5% എന്ന് പറയുമ്പോൾ 450. ഇത് മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ 9,900. നെക്സ്റ്റ് രണ്ടെണ്ണം നമുക്ക് അഡീഷണൽ ആയിട്ട് ഇപ്പോൾ വന്നേക്കുന്നതാണ്. ബാക്കി മൂന്നും നമ്മൾ നേരത്തെ ചെയ്ത അതേ മോഡൽ തന്നെയാണ്. നാലാമത്തെ, ഹി ബോട്ട് കമ്പ്യൂട്ടർ പ്രിൻ്റർ ഫോർ 10,000. കമ്പ്യൂട്ടർ പ്രിൻ്റർ മേടിച്ചു എന്നാണ് പറയുന്നത്. അതായത് പർച്ചേസ് അവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ അവിടെ ജേണൽ എൻട്രി എങ്ങനെയായിരിക്കും? കമ്പ്യൂട്ടർ പ്രിൻ്റ് അക്കൗണ്ട് ഡെപ്റ്റർ, കമ്പ്യൂട്ടർ പ്രിൻ്റർ അക്കൗണ്ട് ഡെപ്റ്റർ, ഇൻപുട്ട് അല്ല വന്നത്, പർച്ചേസ് അല്ല നടക്കണേ. ഇൻപുട്ട് CGST ഡെപ്റ്റർ, ഇൻപുട്ട് SGST ഡെപ്റ്റർ ടു ബാങ്ക്. അപ്പോൾ ഇവിടെ എമൗണ്ട് എങ്ങനെ എഴുതും? കമ്പ്യൂട്ടർ പ്രിൻറ്റിൻ്റെ അവിടെ 10,000 നൽകണം. ഇൻപുട്ട് CGSTയുടെ അവിടെയും ഇൻപുട്ട് SGSTയുടെ അവിടെ 500 നൽകണം. ടോട്ടല് നമ്മൾ 2 ബാങ്കിന് നൽകി. ഇനി നെക്സ്റ്റ് നോക്കിയാൽ പെയ്ഡ് പോസ്റ്റൽ ചാർജസ്. പെയ്ഡ് പോസ്റ്റൽ ചാർജസ് എന്ന് പറയുമ്പോൾ എങ്ങനെ ജനറൽ എൻട്രി വരുന്നത്? പെയ്ഡ് ആണല്ലോ, എക്സ്പെൻസ് അല്ലേ അവിടെ തന്നെ. അപ്പോൾ നമ്മൾ പോസ്റ്റൽ ചാർജസ് അക്കൗണ്ട് ഡെപ്റ്റർ, ഇൻപുട്ട് CGST ഡെപ്റ്റർ, ഇൻപുട്ട് SGST ഡെപ്റ്റർ ടു ബാങ്ക്. ചാർജിൻ്റെ അവിടെ 3,000 കൊടുക്കണം. 3,000ൻ്റെ 5% എന്ന് പറയുമ്പോൾ 150. അത് മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ നമ്മൾ 2 ബാങ്കിൽ നൽകണം. ഇപ്പോൾ ഇവിടെ നമ്മൾ തന്നേക്കുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും ജേണൽ എൻട്രി എഴുതി. അതിനുശേഷം നമ്മൾ ലാസ്റ്റ് എഴുതേണ്ട ജേണൽ എൻട്രി എന്താണ്? റൈറ്റ് ഓഫ് ചെയ്യണ ജേണൽ എൻട്രിയാണ് ലാസ്റ്റ് എഴുതേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ഔട്ട്പുട്ട് വന്നേക്കുന്നത് ഇവിടെ മാത്രമേ ഔട്ട്പുട്ട് വന്നിട്ടുള്ളൂ. രണ്ടാമത്തേൽ മാത്രമേ ഔട്ട്പുട്ട് വന്നിട്ടുള്ളൂ. ബാക്കി 1, 2, 3, 4 സ്ഥലത്ത് നമുക്ക് ഇൻപുട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതണമെന്നുള്ളത് ശ്രദ്ധിക്കാം. ഈ ആദ്യത്തെ ഔട്ട്പുട്ട് CGSTനെയും ഔട്ട്പുട്ട് SGSTനെയും അങ്ങനെ തന്നെ എടുത്ത് എഴുതി. ഔട്ട്പുട്ട് CGST ഡെപ്റ്റർ, ഔട്ട്പുട്ട് SGST ഡെപ്റ്റർ ടു ഇൻപുട്ട് CGST ടു ഇൻപുട്ട് SGST ടു ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ.
അതിനുശേഷം ഔട്ട്പുട്ട് CGSTയും ഔട്ട്പുട്ട് SGST ഒരെണ്ണേ ഉള്ളൂ നമുക്ക്. അപ്പോൾ അത് ആ എമൗണ്ട് തന്നെ എടുത്ത് എഴുതാം, 7500, 7500. ഇനി ഇൻപുട്ട് CGST കാണാൻ നമ്മൾ ആദ്യം മുതലുള്ളത് നോക്കണം. ഇവിടെ ഇൻപുട്ട് CGST എത്രയാണ് തന്നിരിക്കുന്നത്? 5000 ആണ്. പ്ലസ് രണ്ടാമത്തേലെ ഇൻപുട്ട് CGST എന്ന് പറയുന്നത് എത്ര? 450 പ്ലസ് മൂന്നാമത്തേലെ 500 പ്ലസ് ലാസ്റ്റ് അതായത് ഇൻപുട്ട് CGST 150. നമുക്ക് മൊത്തം 6100 കിട്ടും. 6100 അത് തന്നെയല്ലേ ആയിരിക്കും മറ്റാളുടെ, അത് തന്നെയല്ലേ ഇൻപുട്ട് SGST, കാരണം രണ്ടും സെയിം എമൗണ്ട് തന്നെയല്ലേ. അപ്പോൾ അതും 6100. അതിനുശേഷം ഈ രണ്ട് സൈഡ് ടോട്ടൽ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ ടോട്ടൽ ചെയ്യുമ്പോൾ 7500 പ്ലസ് 7500 എന്ന് പറയുമ്പോൾ ഇവിടെ 15000 ഉണ്ട്. ഇവിടെ നോക്കിയാൽ 6100 പ്ലസ് 6100 എന്ന് പറയുമ്പോൾ 12200 ഉള്ളൂ. അത് ആ 15000 നിന്ന് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 2800 ആണ് നമ്മൾ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. 2800 ആണ് നമ്മൾ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ അപ്പോൾ ലാസ്റ്റ് ജേണൽ എൻട്രി എഴുതിയത് നോക്കി. അപ്പോൾ ലാസ്റ്റ് ജേണൽ എൻട്രി ഔട്ട്പുട്ട് CGST, ഔട്ട്പുട്ട് SGST, അതായത് ഒരൊറ്റ ഔട്ട്പുട്ടേ വരുന്നുള്ളൂ, 7500ഉം 7500ഉം. അതാണ് നമ്മളിവിടെ ഡെബിറ്റ് ചെയ്തത്. ഇനി 2 ഇൻപുട്ട് CGST, 2 ഇൻപുട്ട് SGST എന്ന് പറയുമ്പോൾ ഇവിടെ CGSTയിൽ ഇൻപുട്ടിൽ വരുന്ന 5000 പ്ലസ് ഈ 450 പ്ലസ് 500 പ്ലസ് 150 അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 6100 കിട്ടി. രണ്ടിൻ്റെയും സെയിം എമൗണ്ട് ആയതുകൊണ്ട് നമ്മൾ രണ്ടും 6100 ആണ്. അതിനുശേഷം ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ 15000 വരും. ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ 12200 ആണ് വരുന്നത്. അപ്പോൾ അത് രണ്ടും തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ 2800 കിട്ടും. അതാണ് നമ്മൾ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഇതൊരു 4 മാർക്കിനായിരുന്നു ഈ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരുന്നത്. നിങ്ങൾ നന്നായി പഠിക്കണം. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഈ എമൗണ്ട് എഴുതുമ്പോൾ എപ്പോഴും തന്നിരിക്കുന്ന എമൗണ്ട് ആ GSTയുടെ കൂടെ വരുന്ന ആളുടെ കൂടെയാണ് എഴുതേണ്ടത്. അതിനുശേഷം അത് 3 ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ ക്രെഡിറ്റിലോ ഡെബിറ്റിലോ കൊടുക്കാൻ കേട്ടോ. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. എമൗണ്ട് എടുക്കുമ്പോൾ വിദ്യാർത്ഥികൾ തെറ്റിക്കാറുണ്ട്. ആ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക.